ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ FC ബാഴ്സലോണയ്ക്ക് ഒരു അപ്രതീക്ഷിത സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. റയോ വല്ലക്കാനോയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. റയോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിന്റെ 40-ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ പെനാൽറ്റിയിലൂടെ FC ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ 67-ാമത്തെ മിനിറ്റിൽ പെരസ് റയോ വല്ലക്കാനോക്ക് വേണ്ടി തിരിച്ചടിച്ചു. പിന്നീട് ഗോളുകൾ ഒന്നും പിറന്നില്ല എന്നുള്ളതാണ്. മത്സരത്തിൽ FC ബാഴ്സലോണയെ ഞെട്ടിക്കാൻ റയോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ മികച്ച പ്രകടനം നടത്തിയിരുന്നു. FC ബാഴ്സലോണയുടെ ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യയുടെ ഒരു മികവാണ് ഈ മത്സരത്തിൽ ബാഴ്സക്ക് ഒരു പോയിന്റ് സമ്മാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മത്സര ശേഷം ഹാൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകടനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ല. ടീമിനകത്ത് സെൽഫിഷ്നെസ് പാടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ടീമായി കൊണ്ട് കളിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാൻസി ഫ്ലിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ള ഷാർപ്പ്നെസ് ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടായിട്ടില്ല. പ്രതീക്ഷിച്ച പോലെ ആധിപത്യം പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഞങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്താൻ പാടില്ലായിരുന്നു. മികച്ച രീതിയിൽ കളിക്കണമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാമതൊരു ഗോൾ നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ എതിരാളികൾ മികച്ച രൂപത്തിൽ കളിച്ചു. ഒരുപാട് ബോളുകൾ ഞങ്ങൾക്ക് നഷ്ടമായി. അത് ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ടീമിനകത്ത് സെൽഫിഷ്നെസ്സിന് യാതൊരുവിധ സ്ഥാനവും ഇല്ല. ആരും സെൽഫിഷ് ആവാൻ പാടില്ല. കഴിഞ്ഞ സീസണിൽ ഒരു ടീം എന്ന നിലയിൽ വളരെയധികം ഐക്യത്തോടു കൂടിയാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. ഈ സീസണിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ഈ സമനിലയിൽ യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ല. ഞങ്ങൾ മത്സരത്തിൽ കൂടുതൽ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇതാണ് FC ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ബാഴ്സലോണ 3 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൽ 2 വിജയവും ഒരു സമനിലയുമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ വലൻസിയയാണ് അവരുടെ എതിരാളികൾ. സെപ്റ്റംബർ 14-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.